അതേസമയം സർക്കാർ വാദം പൂർണ്ണമായും തള്ളുന്നുണ്ട് കൊങ്കൺ കമ്പനി. നിർമ്മാണത്തിൽ പിഴവില്ല, നിർമ്മാണ രീതിയും രൂപകൽപ്പനയും ഒക്കെ ശാസ്ത്രീയമാണ് എന്നതാണ് വിശദീകരണം. നമുക്കറിയാവുന്നതുപോലെ കൊങ്കൺ റെയിൽവേ കമ്പനി ആണ് കൃത്യമായി ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മണ്ണ് കൂട്ടിയിട്ടതല്ല, മലയിടിച്ചിലാണ് ഈ ദുരന്തത്തിന് കാരണം എന്നതാണ് അവരുടെ വാദം. കട്ട് ആൻഡ് കവർ പ്രദേശത്ത് മണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ല. 110 മീറ്റർ ഉയരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നും അതിന്റെ സമ്മർദ്ദമുണ്ടായത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നതുമാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷന്റെ വാദം. അതായത് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചപ്പോൾ താഴെ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു വാദമാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഉയർത്തുന്നത്. The point is actually, sir, because the landslide happened because of the elevation difference between the landslide and the excavation area. It was a sudden failure. It is a slip failure actually. Slip circle, it can happen anywhere, sir, where there is a layer of rock is intact with the soil. So there the joint have failed there, and because of that this has come down, sir. That is like that. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, ഈ കൊങ്കൺ റെയിൽ കോർപ്പറേഷന്റെ വാദം എന്ന് പറയുന്നത് മുകളിൽ നിന്ന്, അതായത് ഏതാണ്ട് 110 മീറ്റർ ഉയരത്തിൽ നിന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മണ്ണിടിഞ്ഞു വന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത്, അല്ലാതെ നിർമ്മാണത്തിലെ അപാകതകളല്ല എന്ന വാദമാണല്ലേ കൊങ്കൺ ഉയർത്തുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഈ കരാർ കമ്പനിയെ പൂർണ്ണമായും പഴിക്കുകയാണ് സർക്കാർ. കാരണം അവിടെ കൂട്ടിയിട്ട മൺകൂന, അതോടൊപ്പം പലതരത്തിൽ ഈ സംരക്ഷണ ഭിത്തിയിൽ ഉൾപ്പെടെ വിള്ളലുണ്ടാകും. നമുക്കറിയാവുന്ന പോലെ ഈ തുരങ്കമുഖത്തുണ്ടായിരുന്ന ആ സംരക്ഷണ ഭിത്തി അതിൽ മൺതിട്ടയോടാണ് ഉറപ്പിച്ചിരിക്കുന്നത്, അതല്ലാതെ പാറയോടല്ല ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിൽ കൃത്യമായി വിവരങ്ങൾ നൽകിയിരുന്നതാണ്. വെള്ളം പുറത്തു പോവാനുള്ള സൗകര്യങ്ങൾ, ദ്വാരങ്ങൾ കുറവായിരുന്നു. അങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെയും അവഗണിച്ചുകൊണ്ട് കരാർ കമ്പനി മുന്നോട്ടു പോയതാണ് ഇത്തരത്തിൽ വലിയ ആഘാതത്തിൽ അപകടമുണ്ടാകാൻ കാരണം എന്ന വാദം ഉയർത്തുമ്പോൾ എന്താണ് കരാർ കമ്പനിയായ കൊങ്കൺ റെയിൽ കോർപ്പറേഷന്റെ വാദം? പിന്നീട് അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കൊങ്കൺ റെയിൽവേ ഇതിനു മുൻപ്, അതായത് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ പാടെ അവഗണിച്ചു. മാത്രമല്ല നിയമാനുസൃതമായിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന കാര്യമാണ് സർക്കാർ പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ കൊങ്കണിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്, അതായത് മണ്ണ് നിക്ഷേപിച്ചിരുന്ന പ്രദേശം, ആ പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കൊങ്കണിലെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്ന് പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും അതായത് 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണ് എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. തുരങ്കത്തിന് മുകളിൽ ഏകദേശം 110 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വലിയ തോതിൽ മണ്ണും ഒപ്പം തന്നെ ഈ മരങ്ങളും ഇടിഞ്ഞു വീണിട്ടുള്ളത്. കൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നു. കാലവർഷം ആരംഭിച്ചതിനാൽ ജൂൺ പകുതി മുതൽ ഇവിടെ തുരങ്ക നിർമ്മാണവും അതുപോലെ തന്നെ ഖനനവും പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്തരത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്ന കാര്യം ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല എന്ന വാദമാണ് പ്രധാനമായിട്ടും കൊങ്കൺ ഉയർത്തുന്നത്. കൂടാതെ എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ച നിർമ്മാണ സുരക്ഷാ ഭിത്തികൾക്കും അതുപോലെ തന്നെ ചരിവുകൾക്കും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും കൊങ്കൺ പറയുന്നുണ്ട്. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള പഠനവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടും സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ കൊങ്കണിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലം നേരിട്ട് കണ്ട് പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുവാനായിട്ട് ഇന്ന് വയനാട് എത്തുകയും ഇപ്പം തന്നെ ഈ പ്രദേശം അത് സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരോട്, പ്രത്യേകിച്ച് ടി സിദ്ദീഖ് ഉൾപ്പെടെ എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ഈ വിഷയം ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ മന്ത്രിമാർ ഇന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പറയാം എന്ന മറുപടിയാണ് ഇന്ന് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശരി, വീഴ്ച പറ്റിയിട്ടുണ്ട് കരാർ കമ്പനിക്ക് എന്നത് വ്യക്തമാണ്. അക്കാര്യത്തിൽ ഇനി തുടർ നടപടികൾ ഉൾപ്പെടെ എന്തുണ്ടാകും എന്നറിയണം. വയനാട് തുരങ്കപാത പദ്ധതി തന്നെ വേണമോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതി വിദഗ്ധരൊക്കെ അത്ര ചോദ്യം ഉയർത്തുന്നുണ്ട്. യു.ഡി.എഫ് സർക്കാർ ഏതായാലും
ഈ ഘട്ടത്തിൽ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ല, പദ്ധതിയുമായി മുന്നോട്ട് പോയേക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാത വേണ്ടെന്ന് വെക്കാനുള്ള വികസനത്തിന് എതിരായി നിലപാടെടുക്കുന്ന ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നൊരു വാദം CPM ഉയർത്തുന്നുണ്ട്.